എങ്ങോട്ടാ സർക്കിട്ട്? പണം ശരിയാക്കിയോടാ നീ? ഞാൻ എവിടെ പോവാനാ അമ്മേ? എന്റെ ഒരു ചില്ലി കാശില്ല. ആ പെങ്കൊച്ചിന് പ്രായമായി. അതിനൊരു പാദസരം വാങ്ങിച്ചു കൊടുത്ത് തന്നെ പണിപ്പെട്ടിട്ടാ. ദേ, ഇത് നിന്റെ ഉടപ്പറന്നോളാ. ഇവളും പ്രായമാവ്, മാസം തോറും തീണ്ടാരിയാവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വല്ലതും നീ അറിയണുണ്ടോ? എടാ, ഇവള് വയസ്സറിയിച്ചപ്പോ ഒരു നാരങ്ങ മിഠായി എങ്കിലും നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അമ്മേ, അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നേ? നീ പോടി. പറയാനുള്ളത് ഏത് പട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. ആ, അതൊക്കെ പോട്ടെ. എപ്പോഴാ പണം കിട്ടുക? രാഘവന് അടുത്ത ആഴ്ച തന്നെ പണം കൊടുക്കണം. ഞാൻ കൂട്ടിയാ കൂടുന്നതല്ല 10,000 രൂപ. മാത്രമല്ല ആയ കാലത്ത് എല്ലാവരും കൊടുത്തു. ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല. ഹോ, കാല നിന്റെ തലയിൽ ഇടുത്തി വീഴും. തള്ളയ്ക്കും തന്തയ്ക്കും ഉപകരിക്കാത്ത എരപ്പാളി. എന്തിനാ അമ്മ എങ്ങനെ പ്രാവുന്നേ? ചേട്ടന്റെ കുടുംബം നോക്കണ്ടേ? നീ പോടി. ഇപ്പൊ നിന്റെ കയ്യിൽ എന്തുണ്ട്? നാളെ അവളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകണം. വണ്ടിക്കൂലിക്കുള്ള കാശേ ഉള്ളു എൻ്റെ കയ്യില്. ഓ, പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോലും. വേണ്ട അമ്മേ, നമുക്ക് പോവാം. പോടി. മറ്റന്നാ ഞാൻ വരും. എനിക്ക് പണം കിട്ടണം. എന്റെ ശവം കിട്ടും നിങ്ങൾക്ക്. വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ ഗോപിയുടെ അമ്മയോടൊന്ന് ചോദിക്കാം. അവര് പണം കയ്യിൽ വെച്ചിട്ട് തരാതിരിക്കില്ല. പോക്കറ്റ് വലിച്ചു കയറി ആ തള്ള പണം എടുത്തോണ്ട് പോയത്. അമ്മയല്ലേ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? നാളെ നമ്മുടെ മകനോട് നമ്മളും ഇതൊക്കെ തന്നെ ചെയ്തു എന്ന് വരും. നീ ചുമ്മാ അനാവശ്യം പറയാതിരിക്കെ. ഭരതാ, ആഹാ, നീ പോയി കാണുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ നീ ആശുപത്രി പോകണമെന്ന് പറഞ്ഞത്. കാശിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. വെച്ചോടാ. എന്തുവാ? വെച്ചോ. ശംഭു, നീ എടാ, ആവശ്യത്തിന് ഉപയോഗിക്കാത്ത കാശിന് വെറും കടലാസിന്റെ വിലയേ ഉള്ളൂ. എന്തുവാ? എടാ, ദൈവം കൂടെ ഉണ്ടെന്ന് ചെല്ലേ. ആ, ഞാനങ്ങോട്ട്. അതല്ലേ ബാ.